പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരു കൺവിൻസ് ആവാറുണ്ട്. എന്തായാലും അവരുടെ ടേസ്റ്റിലാണ് ഞങ്ങൾ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ വർക്കുകൾ വരുന്നത് ചെറിയ ചെറിയ വീടുകളിൽ നിന്നാണോ അതോ ഫ്ലാറ്റ് പോലെയുള്ള? നമുക്ക് ചെറിയ ചെറിയ വീടുകൾ മുതൽ, അതായത് ഇപ്പോൾ ഞങ്ങളുടെ സർവീസ് ഓൾ ഓവർ കേരള ഞങ്ങൾ നൽകുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ സത്യത്തിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ വരുന്നത് കൊമേഴ്സ്യൽ വർക്കുകൾ വരുന്നത് എറണാകുളത്തു നിന്നാണ്. എറണാകുളം, കോട്ടയം, കാലിക്കറ്റ് വരെയുള്ള വർക്കുകൾ നമ്മളിപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് പത്തനംതിട്ടയിലുള്ള എല്ലാ നല്ല വർക്കുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ചെറുതും വലുതെന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എവറി ഇയർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റാഫ് കൂട്ടുന്നുണ്ട്, ടെക്നോളജി വൈസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഗ്രോത്തിന് ആനുപാതികമായിട്ടുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ ഈ ബിസിനസ്സിൽ ഏറ്റവും ചലഞ്ചിങ് ആയി തോന്നിയ ജോബ് ഏതാണ്? ചലഞ്ചിങ് ആയി തോന്നിയ ജോബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹോട്ടൽ പ്രോജക്ട്സുകളിൽ ഞങ്ങൾ ആദ്യമായിട്ട് ചെല്ലുന്ന പറഞ്ഞാൽ അവർ നിങ്ങളുടെ പ്രയർ പ്രൊഫൈൽ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ കൂടുതൽ റെസിഡൻഷ്യൽ വർക്കുകൾ ചെയ്തിട്ട് പിന്നെ ഹോട്ടൽ പ്രോജക്റ്റുകളിലോട്ട് ചെല്ലുമ്പം മെയിൻ ആർക്കിടെക്ട്സൊക്കെ നിങ്ങളപ്പം ന്യൂ കമർ ആണോ എന്നറിയാൻ വേണ്ടി പല വിധത്തിലുള്ള പ്രയർ പ്രൊഫൈൽസ് ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരോട് പറയുന്നത് ഒരു റൂം മോക്കപ്പ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. പക്ഷെങ്കിൽ ഇതുവരെ നമ്മൾ ഒരു മോക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കുകളും പിന്നെ വേറെ പോയിട്ടില്ല, കിട്ടാതിരുന്നിട്ടില്ല. അത് നമുക്ക് വളരെ ഹാപ്പിയാണ്. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകിയ വർക്ക് ഏതാണ്? സാറ്റിസ്ഫാക്ഷന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഹോട്ടൽ പ്രോജക്റ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വർക്കുകളെല്ലാം കഴിയുമ്പോൾ അവരുടെ ഈ ഇനോഗ്രേഷൻ ടൈമിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അവസരം വളരെ ഉണ്ടാവാറുണ്ട്. നമ്മളെ പ്രത്യേകിച്ച് എടുത്ത് പറയും, ഇന്ന ആളുടെ ഈ വർക്ക് ചെയ്തവരുടെ പ്രൊഫൈലിൽ നമ്മളെ ഉൾപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും എറണാകുളം പോലുള്ള ഒരു സ്ഥലങ്ങളിലുള്ള ഒരു വലിയ വർക്കുകളുടെ ഇതിൽ നമ്മുടെ പേരെടുത്ത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത് വലിയ സന്തോഷമാണ്. ഇന്റീരിയർ ഡിസൈനിങ് മേഖലയിൽ പത്തനംതിട്ടയുടെ ബ്രാൻഡ് അംബാസഡറായി മാറുമോ പാറപ്പാട്ട്? പത്തനംതിട്ട എന്നൊരു വ്യത്യാസം ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓൾ ഓവർ കേരള ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ഈ കൂടുതൽ നല്ല നല്ല സ്ഥാപനങ്ങൾ വരണം, അതോടൊപ്പം നമുക്കും വളരണം. പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ പോവുക, പത്തനംതിട്ടയുടെ പേര് വലുതാവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പാറപ്പാട്ട് പി സ്ക്വയർ എന്ന ഈ സ്ഥാപനം ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് റേഞ്ചുകൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ കർട്ടൻ എന്ന സെഗ്മെൻറ്റിൽ ക്ലോത്ത് കർട്ടൻസ്, വെനീഷ്യൻ ബ്ലൈൻഡ്സ്, വെർട്ടിക്കൽ ബ്ലൈൻഡ്സ്, വുഡൻ ബ്ലൈൻഡ്സ്, റോമൻ ബ്ലൈൻഡ്സ്, റോളർ ബ്ലൈൻഡ്സ്, ത്രെഡ് കർട്ടൻസ്, ഈവൻ റിമോട്ട് കൺട്രോൾ കർട്ടൻസ്, അങ്ങനെ കർട്ടൻ്റെ ഫുൾ റേഞ്ച് നമുക്ക് ലോകത്തിൽ എവിടെ ലഭിക്കുന്ന എല്ലാ മെറ്റീരിയൽസുള്ള കർട്ടൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ അത് കർട്ടൻ കഴിഞ്ഞാൽ നമ്മൾ കാർപ്പറ്റിൻ്റെ സെക്ഷൻ, ഈവൻ നമ്മളൊരു ഫസ്റ്റിൽ വീട്ടിലോട്ട് കയറുന്ന ഫ്രണ്ട് ഡോർമാറ്റ് മുതൽ ഇന്നർ ഡോർമാറ്റ്, അകത്തുള്ള എല്ലാ ടൈപ്പിലുള്ള ഡോർമാറ്റ്സുകൾ, കാർപ്പറ്റ്സുകൾ, അതിൻ്റെ ഒരു റേഞ്ചുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ബെഡ്റൂംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റുകൾ എന്ന് വെച്ചാൽ ശരിക്കും പത്തനംതിട്ട അല്ല, ഞങ്ങളുടെ വിശ്വാസം ശരിക്കും കേരളത്തിൽ ആരും പോലും ഇത്രയും ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടില്ല. കാരണം ഇപ്പം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു ശരിക്കും ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു 1000 കൂട്ടത്തിൽ 1000, പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റിന് മാത്രമായിട്ടൊരു സെക്ഷനാണ്. എല്ലാ കമ്പനികളുടെ ബെഡ്ഷീറ്റുകളും, അതിന് പില്ലോ കവറുകൾ, ഷോക്ക് കുഷ്യനുകൾ, അതിന് ചേരുന്ന ഡ്യുവറ്റ് കവറുകൾ, കംഫോർട്ടർ, ക്വിൽറ്റ്, അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ സെപ്പറേറ്റ്. പിന്നെ അതുപോലെ തന്നെ ടർക്കികൾ, ബാത്ത് ആൻഡ് കിച്ചൺ ടവൽസ്, അതുപോലെ തന്നെ കിച്ചണിലേക്ക് വേണ്ട ഏപ്രൻസ്, ഗ്ലൗസ്, അങ്ങനെ അതുപോലെ റൂം ഫ്രഷറുകൾ, നല്ല വെറൈറ്റി ആയിട്ടുള്ള റൂം ഫ്രഷറുകൾ, ഫ്രാഗ്രൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് പിന്നെ ചെയ്യുന്ന ടേബിൾ റണ്ണർ, ടേബിൾ മാറ്റ്സ്, സീറ്റ് ബാക്കുകൾ, ചെയർ ബാക്ക്, അങ്ങനെ വീട് ഞങ്ങളുടെ ക്യാപ്ഷൻ വെച്ചാൽ വീട് ഒരുക്കാൻ വേണ്ടതല്ല, ശരിക്കും ഒരു വീട്ടിനകത്ത് വേണ്ട ഒരു സെറ്റപ്പ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് സീറ്റ് ബാക്ക്, ഷോ കുഷ്യന്, കാർപ്പറ്റ്, അങ്ങനെ എല്ലാ സാധനവും അവർക്ക് കളർ സ്കീമിലും അവരുടെ ടേസ്റ്റിനും ഓരോ കുട്ടികളുടെ ടേസ്റ്റ് അങ്ങനെയുള്ള ഫുൾ സാധനം ഞങ്ങൾ കീപ്പ്. അതോടൊപ്പം ഞങ്ങളുടെ വേറൊരു റേഞ്ചാണ് ഫർണിച്ചർ എന്ന് ശരിക്കും നമ്മളിപ്പോൾ ഇമ്പോർട്ടഡ് ഫർണിച്ചറാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടഡ് ഫർണിച്ചർ അവരുടെ സ്വാരിയുടെ ബ്രാൻഡഡ് ആയിട്ടുണ്ട്, അല്ലാത്ത ഫർണിച്ചേഴ്സ് ഉണ്ട്. A to Z ഫർണിച്ചർ, ലിവിങ്, ഡൈനിങ്, ബെഡ്റൂംസ്, ഓഫീസ്, അങ്ങനെയുള്ള മുഴുവൻ ഫർണിച്ചർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുപോലെ മാട്രസ് എന്ന് പറയുമ്പോൾ മെത്തകൾ നമുക്കിപ്പോൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന കുർലോണ്, സ്ലീപ്പ് വെല്ല്, റാഹ, സ്പ്രിംഗ് ഫിറ്റ് മുതലായ കമ്പനികളാണ്. ആ കമ്പനികൾ ഓരോ കമ്പനിക്കും ഒരേ സെഗ്മെൻറ്റിലുള്ള ബെഡുകളുണ്ട്, അത് മൊത്തം നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ ഒരു താമസിക്കുന്ന ബെഡ് ഷോപ്പി എന്ന് പറയുന്നത്, അതായത് ബെഡ് സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ അവർക്ക് ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡിനെ കുറിച്ച് ആധികാരികമായിട്ട് എന്ത് കാണുന്നതിലും ഉള്ളൊരു ഡിസ്പ്ലേ സഹിതമുള്ള സംവിധാനം ഇപ്പം നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതൊന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് വീടിനകത്ത് വേണ്ട സോഫ്റ്റ് ഫർണിച്ചറാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്, എല്ലാ ഐറ്റങ്ങളും ചെയ്യുന്നുണ്ട്. എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് ഈ മേഖലയിൽ?
കോമ്പറ്റീഷൻ മെയിൻലി ഞങ്ങൾക്ക് പത്തനംതിട്ടയിൽ നിന്ന് കോമ്പറ്റീഷൻ ഇല്ല. ഇല്ല. ആക്ച്വലി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ പല വർക്കുകളിലും കൊട്ടേഷൻ വരുന്നത് എറണാകുളം പോലുള്ള സിറ്റികളിൽ നിന്നുള്ള കോമ്പറ്റീഷനാണ് വരുന്നത്. പക്ഷെ അത് നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി വെച്ച് നമ്മൾ ഓവർകം ചെയ്യാറുണ്ട്. പിന്നെ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വരാറുണ്ട്. പക്ഷേ കോട്ടയം, എറണാകുളം, ബാംഗ്ലൂർ, കഴിഞ്ഞ ഒരു വർക്കിന് ഞങ്ങളുടെ കോമ്പറ്റീഷൻ നമ്മുടെ നിയറസ്റ്റ് കൊട്ടേഷൻ വന്നത് ഡൽഹിയിൽ നിന്നായിരുന്നു. അതും ഓവർകം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഫ്യൂച്ചറിൽ എന്ത് ഡെവലപ്മെൻ്റ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഫ്യൂച്ചറിൽ പത്തനംതിട്ട എന്നതിലുപരി കേരളത്തിൻ്റെ ഒരു മിഡിലായിട്ട് ഏകദേശം എറണാകുളമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓൾ ഓവർ കേരള ഇച്ചിരി ഈസി ആയിട്ട് ആക്സസ് എറണാകുളം ആയതിനാൽ എറണാകുളം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മറ്റേ ഇവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ്? പത്തനംതിട്ട ശരിക്കും ഇനിയും ഗോഡൗൺ ഫെസിലിറ്റീസും മറ്റ് മാനുഫാക്ചറിങ് കൊണ്ടുള്ള എല്ലാം പത്തനംതിട്ട തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിലും എൻ്റെ ഓപ്പറേഷൻ വരുന്ന ഒരു പിന്നെ അഡ്മിനിസ്ട്രേഷൻ വിങ് എറണാകുളത്തോടെ സ്റ്റാർട്ട്. തിരക്കേറിയ ഒരു ബിസിനസ്സാണിത്. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഫാമിലി സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ കാര്യത്തിൽ അതെങ്ങനെയാണ് ലഭിക്കുന്നത്? ഞങ്ങളുടെ തിരക്കെന്ന് പറഞ്ഞാൽ വലിയ തിരക്കെന്ന് ഞങ്ങൾ പറയാറില്ല. കാര്യം ഞങ്ങളെല്ലാം പ്ലാൻഡ് ആണ്. രാവിലെ 9 മണിക്ക് ഷോപ്പിൽ വരുന്നു, വൈകിട്ട് 8 മണിയാകുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നു. ഓഫീസ് അവേഴ്സിൽ ഷോപ്പിലെ കാര്യങ്ങൾ, പിന്നെ ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങളാണ് മെയിൻ. അത് രാവിലെ 9 മണി വരെയുള്ള സമയം അത് ധാരാളം മതിയാവുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പപ്പായും മമ്മി, ഞങ്ങൾ 2 ആൺമക്കളും മാത്രമേ ഉള്ളൂ. പപ്പായാണ് ഞങ്ങളുടെ മെയിൻ മോട്ടിവേഷൻ. പുള്ളി തന്നെ ഒരു ഏറ്റവും നല്ല ഫ്രണ്ടാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ, ഇപ്പം ഞങ്ങൾ പറയാം, ഇപ്പോൾ നല്ലൊരു ആന വിൽക്കുന്നുണ്ട്, അത് കെട്ടിയ സൗകര്യമായിട്ട് കിട്ടിയ മേടിക്കാൻ പുള്ളി നമുക്ക് സപ്പോർട്ട്. കാരണം പുള്ളിക്ക് നമുക്ക് എന്തിനും നമുക്ക് സപ്പോർട്ടീവാണ്. പുള്ളിയുടെ ഒരു മെയിൻ ഇതാണ് ഞങ്ങളുടെ ഈ ഒരു ബാക്ക് സപ്പോർട്ട്. ഏത് കാര്യം ചെയ്ത് സാധാരണഗതി നമുക്കിപ്പം വീടുകളിൽ പോയി അപ്രൂവൽ മേടിച്ച് പപ്പായിട്ട് മേടി അങ്ങനെ സംഭവമേ ഞങ്ങൾക്കില്ല. പപ്പ ഞങ്ങളുടെ കൂടെ. അപ്പം പുള്ളി ബിസിനസ്സിലായിരുന്നു. എന്നാൽ ഞങ്ങളോടൊപ്പം എവറി ഡേ ഞങ്ങൾ വൈകിട്ട് ചെല്ലുന്ന ആ ടൈമിൽ ഞങ്ങളുടെ വീട്ടിൽ ഒന്നിച്ചൊരു എല്ലാവരും കുട്ടികളടക്കം വന്നിട്ടൊരു കൂടി അന്നത്തെ കാര്യങ്ങൾ അത്യാവശ്യം സംസാരിച്ചിട്ട് വേറെ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. ഒന്നിച്ച് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ വിജയം ഞങ്ങൾ ഒന്നിച്ചാണ് ഇതുവരെ ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 9 മെമ്പേഴ്സാണ്. ഞങ്ങൾക്ക് 2 പേർ കൂടി 3 കുട്ടികളും വൈഫും 2 പേര് പപ്പ മമ്മി, മൊത്തം 9 പേര് ഒരു ഫാമിലിയിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അങ്ങനൊരു ആർക്കും ലഭിക്കാത്തൊരു വളരെ സന്തോഷമായൊരു മെയിൻലി കുറ്റപ്പെടുത്തലുകളൊന്നും ഉണ്ടാവാറില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും പരാജയം ഉണ്ടായാലും ഞങ്ങൾ ചിരിച്ചു തള്ളും. പിന്നെ നല്ല വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരിൽ പലരും ഇപ്പോൾ പുതുതായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ കാണും, ചിലപ്പോൾ ഓഫീസ് സെറ്റ് ചെയ്യുന്നവർ കാണും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പാറപ്പാട്ട് പീസ് സ്ക്വയറിൻ്റെ വക എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ശരിക്കും കസ്റ്റമേഴ്സിനോട് നമുക്ക് പറയാനുള്ളത്, ശരിക്കും ഈ നേരത്തെ നമ്മളൊരു വീട് പണിയുന്ന ഒരാൾ ശരിക്കും എപ്പോഴെങ്കിലും അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ ഷോറൂം സന്ദർശിച്ചിട്ടില്ലാത്ത ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ വരിക, അവരെ വളരെ ഹാർദവമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് വന്ന് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഈ കളക്ഷൻസ് കണ്ട് മനസ്സിലാക്കാം. അതിൽ കൂടിയൊരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവാറില്ല. കാരണം ഈ നമ്മളുടെ മെറ്റീരിയൽസ് കാണുമ്പോൾ തന്നെ അതിൽ അവർക്ക് പറ്റിയ സാധനങ്ങൾ എന്തുണ്ട്, നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ എന്തുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വളരെ നല്ല അറിവ് അവർക്ക് കിട്ടും. അതിന് ഞങ്ങളുടെ സെയിൽസ് ടീം അവരെ വളരെ സപ്പോർട്ടീവായിട്ട് വളരെ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണമെങ്കിൽ നമ്മളതിന് ഫ്രീ ആയിട്ടുള്ള എസ്റ്റിമേഷൻ ഉൾപ്പെടെ അതിന് ഏത് നമ്മുടെ വീട്ടിലേക്ക് അനുയോജ്യമായിരിക്കും എന്നുള്ള അഡ്വൈസ് മുതൽ എല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് ഞങ്ങളുടെ ഒരു ടീം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഷോപ്പ് വന്നിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഷോപ്പ് സന്ദർശിക്കുകയും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന കളക്ഷൻസ് കണ്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ പറ്റുന്നത്. 15 വർഷം തികഞ്ഞ ഈ ബിസിനസ് ജീവിതത്തിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇന്ത്യയിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു 25-ൽ പരം ബ്രാൻഡഡ് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും നമ്മൾ ഓൾ ഇന്ത്യയിൽ ഒരു ടോപ്പ് 10 ലെവലിൽ എല്ലാ ഫിനാൻഷ്യൽ ഇയർ എത്താൻ നമുക്ക് ഈശ്വരൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അനവധി ഫോറിൻ ട്രിപ്പുകൾ ഇങ്ങനെ ഓരോ സ്കീമുകൾ അച്ചീവ് ചെയ്യുമ്പോഴും നമുക്ക് ഫോറിൻ ട്രിപ്പുകളും മറ്റും ലഭിക്കാറുണ്ട്. ഞങ്ങളത് മാറി മാറി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത വരും മാസങ്ങളിൽ നമുക്ക് 2-3 വിദേശയാത്രയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓൾറെഡി വിദേശയാത്ര കഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പനികളുടെ ഭാഗത്തുനിന്ന് വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കാറുണ്ട്. എല്ലാ ലീഡിങ് കമ്പനികളുടെയും നമ്മൾ ടോപ്പ് കേരളത്തിലെ വരുമ്പോൾ ഒരു 1, 2, 3 ലെവലിൽ നമ്മൾ എത്താറുണ്ട്.
അതുപോലെ തന്നെ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ് ലെവലുള്ള എല്ലാ മുന്തിയ എക്സിബിഷനുകളിലേക്ക് നമുക്ക് പ്രത്യേക ക്ഷണം ലഭിക്കാറുണ്ട്. അതിലെല്ലാം നമ്മൾ പങ്കെടുക്കാറുണ്ട്. അത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ശാന്തിയും സമാധാനവും സൗന്ദര്യവുമുള്ള ഒരു ഭവനം എന്നത് സ്വർഗത്തിന് സമാനമാണ്. സ്വർഗീയ സമാനമായ ഒരു വീട്ടിൽ പാർക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സഹോദരന്മാർക്ക് ധാരാളം വീടുകൾ സ്വർഗീയ സമാനമാക്കാനുള്ള അവസരം ദൈവം കൊടുത്തത്. കൂടുതൽ വീടുകൾ മനോഹരമാക്കുവാൻ ഇവരുടെ കരങ്ങൾക്ക് ജഗദീശ്വരൻ ശക്തി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്തരം ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ഷോറൂമിനെ പറ്റി നടത്തുവാൻ ഇതിനുവേണ്ടി റെഡിയായ പത്തനംതിട്ട ന്യൂസിനോടും അതിനുള്ള അണിയറ പ്രവർത്തകരോടും ഇപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ എല്ലാ പ്രേക്ഷകർക്കും പത്തനംതിട്ട പി സ്ക്വയറിൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും ഉള്ള നന്ദിയും സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം.